ഈ വീഡിയോയിൽ നാം പഠിക്കാൻ പോകുന്നത് ഒരു ഖരപദാർത്ഥം ഉരുകി ദ്രാവകമാകുന്നു, അത് പിന്നീട് വാതകമാകുന്നു. അങ്ങനെ ഒരു അവസ്ഥാ പരിണാമം, അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ് പഠിക്കുന്നത്. അതിന്റെ ഒരു ഗ്രാഫാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഗ്രാഫ്. ചില കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ പാടായിരിക്കും, പക്ഷെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഇപ്പൊ 0 ഡിഗ്രിയിലുള്ള ഒരു ഐസ് കട്ട എടുക്കുക. 0 ഡിഗ്രിയിലുള്ള ഐസ് കട്ട എടുക്കുക. നമ്മൾ ഹീറ്റ് കൊടുക്കുക. അപ്പൊ എന്താണ്, അതിന് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. ഇല്ല, ഒരിക്കലും അതിന്റെ ടെമ്പറേച്ചർ കൂടില്ല. നമ്മൾ ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു തെർമോമീറ്റർ വെച്ച് കൊടുക്കുക, ടെമ്പറേച്ചർ കൂടില്ല, 0യിൽ തന്നെ ഇരിക്കും. അത് ഹീറ്റ് കൊടുക്കുന്തോറും അത് ഉരുകും. അത് പൂർണ്ണമായും മുഴുവൻ ജലമായി മാറും. വാട്ടറായി മാറുന്നത് വരെ, അതിന്റെ അവസ്ഥ മാറുന്നത് വരെ, പരിണാമം സംഭവിക്കുന്നത് വരെ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നവരെ നമ്മൾ കൊടുത്ത ഹീറ്റ് അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ, അതിന്റെ അവസ്ഥാ പരിണാമത്തിന് ഉപയോഗിക്കുന്ന, അല്ലാതെ അതിന്റെ താപനില വർദ്ധിക്കാൻ ഉപയോഗിക്കില്ല. അങ്ങനെ പൂർണ്ണമായിട്ടും ജലമായ ശേഷം വീണ്ടും നമ്മൾ ഹീറ്റ് കൊടുക്കുക. അപ്പോൾ 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി, അതിന്റെ താപനില കൂടുന്നു. അപ്പോൾ കൊടുത്ത താപം നമ്മൾ എന്താണ്, താപനില കൂട്ടുവാൻ വേണ്ടി ഉപയോഗിക്കും. ആ വസ്തുവിന്റെ താപനില കൂട്ടുവാൻ വേണ്ടി ഉപയോഗിക്കും. ആ ജലത്തിന്റെ താപനില കൂട്ടുവാൻ വേണ്ടി ഉപയോഗിക്കും. അതൊക്കെ 100 ഡിഗ്രിയിൽ എത്തും. 100 ഡിഗ്രിയിൽ എത്തുമ്പോൾ ജലം തിളയ്ക്കും. പിന്നീട് ഹീറ്റ് കൊടുക്കുക, 100 ഡിഗ്രി തന്നെ. പിന്നീട് ഹീറ്റ് കൊടുക്കുക, 100 ഡിഗ്രി തന്നെ. അതായത് തിളനിലയിൽ അത് ബാഷ്പമായിക്കൊണ്ടിരിക്കുകയാണ്, അത് നീരാവിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കൊടുക്കുന്ന താപം മുഴുവൻ അതിന്റെ അവസ്ഥാ പരിണാമത്തിന് ഉപയോഗിക്കുന്നു. അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അല്ലാതെ ഒരിക്കലും അതിന്റെ താപനില വർദ്ധിക്കാൻ ഉപയോഗിക്കുന്നില്ല. ഈ തത്വം അനുസരിച്ചാണ് ഞാൻ ഈ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിയിരിക്കുക, പലതരം ഗ്രാഫുണ്ട്. ഞാൻ ഐസിനെ ഉരുക്കി ജലമാക്കി നീരാവിയാക്കാൻ പോവാണ്. ചിലത് ജലത്തിന്റെ താപനില വർദ്ധിക്കുന്ന പകുതി മാത്രമുള്ള ഗ്രാഫുണ്ട്. ഇതൊന്നുമല്ല, ഐസിനെ ഉരുക്കാൻ പോകണം. 0 ഡിഗ്രിയുള്ള ഐസ് ഞാൻ താപം കൊടുക്കുന്നു. അപ്പൊ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ് താപം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, ഹീറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പൂർണ്ണമായിട്ടും ഉരുകി. അത് പൂർണ്ണമായിട്ടും ഉരുകി. അപ്പോഴും എന്താണ്, അത് ജലമായി. അപ്പൊ അതിന്റെ താപനില, ആ ജലത്തിന്റെ താപനില എത്രയാണ്, 0. അതിന്റെ ടെമ്പറേച്ചർ 0. വീണ്ടും താപം കൊടുത്തു, ജലമായി. അപ്പൊ എന്താണ്, അതിന്റെ താപനില കൂടി വരുന്നു. താപനില കൂടി വരുന്നു. 100 ഡിഗ്രിയിലെത്തുന്നു. 100 ഡിഗ്രിയിലെത്തുന്നു. പിന്നെയും താപം കൊടുത്താൽ തെർമോമീറ്റർ വെച്ച് നോക്കുക. ഇല്ല, 100ന് മുകളിൽ ഒരിക്കലും താപനില കൂടില്ല. നമ്മൾ താപം കൊടുക്കും, താപനില കൂടുന്നില്ല. സമയം കഴിയുന്തോറും താപം കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, ടൈം പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ 100 ഡിഗ്രിയിൽ നിന്ന് മാറുന്നില്ല. അത് മുഴുവൻ എന്താകുന്നു, ബാഷ്പമാകുന്നു. നീരാവിയായി, മൊത്തം നീരാവിയായി. ഇനി നമ്മൾ താപം കൊടുത്താൽ ആ നീരാവിയുടെ ടെമ്പറേച്ചർ കൂടും, താപനില കൂടും. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഇനി ചോദിക്കാം, എയിൽ ആ പദാർത്ഥത്തിന്റെ അവസ്ഥ എന്ത്? ഖരാവസ്ഥ, അത് ഐസാണ്. എയില് 0 അപ്പോഴും ഐസാണ്. 0 മുതൽ എ വരെയോ, 0 മുതൽ എ വരെ, അല്ലെങ്കിൽ 0 മുതൽ എ വരെ, അല്ലെങ്കിൽ ഓ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ 0 മുതൽ എ വരെ അത് ഐസാണ്. അപ്പൊ 0 മുതൽ എ വരെ കൊടുത്ത താപം, ഹീറ്റ് എന്തിനുപയോഗിച്ചു? അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ, അതിന്റെ അവസ്ഥാ പരിണാമത്തിന് ഉപയോഗിച്ചു. ഇനി എ മുതൽ ബി വരെ കൊടുത്ത താപമോ, അതിന് താപനില വർദ്ധിക്കാൻ ഉപയോഗിച്ചു. അതിന് താപനില 1, 2, 3 താപനില വർദ്ധിക്കാൻ ഉപയോഗിച്ചു. അല്ലെങ്കിൽ അതിന്റെ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി വർദ്ധിക്കാൻ ഉപയോഗിച്ചു. അല്ലെങ്കിൽ അതിന്റെ തന്മാത്രകളുടെ ഗതികോർജ്ജം കൂട്ടാൻ ഉപയോഗിച്ചു. ഗതികോർജ്ജം കൂടുമ്പോൾ താപനിലയും കൂടും. അപ്പൊ അതിന്റെ താപനില കൂടാൻ ഉപയോഗിച്ചു. ബിയിലെത്തി. ബിയിൽ എന്താണ് ഇപ്പോൾ? ബിയിലും അത് ജലം തന്നെയാണ്. ഇനി ബി മുതൽ സി വരെ കൊടുത്ത താപം എന്തിനുപയോഗിച്ചു? ബി മുതൽ സി വരെ താപം കൊടുക്കുമ്പോൾ അതിന്റെ താപനില വർദ്ധിക്കുന്നില്ല. കൊടുത്ത താപം മുഴുവൻ അതിന്റെ അവസ്ഥാ പരിണാമത്തിന് ഉപയോഗിച്ചു. അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ഇവിടെ ഗ്യാസായി, അതായത് നീരാവിയായി. ഇനി സി മുതൽ ഡി വരെ കൊടുത്ത താപമോ, ആ നീരാവിയുടെ താപനില വർദ്ധിക്കാൻ ഉപയോഗിച്ചു. അപ്പോൾ ഓ മുതൽ എ വരെ അതിന്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നില്ല, താപനിലയിൽ വ്യത്യാസം വന്നില്ല. അത് അവസ്ഥാ പരിണാമത്തിന് നമ്മൾ കൊടുത്ത ഹീറ്റ് ഉപയോഗിച്ചു. എ മുതൽ ബി വരെയോ അതിന് ടെമ്പറേച്ചറിന് വ്യത്യാസം വന്നു. ടെമ്പറേച്ചർ കൂടി വന്നു. കാരണം നമ്മൾ കൊടുത്ത ഹീറ്റ് അതിന്റെ ടെമ്പറേച്ചർ കൂട്ടാൻ ഉപയോഗിച്ചു. ബി മുതൽ സി വരെയോ അതിന്റെ ടെമ്പറേച്ചർ വ്യത്യാസമില്ല. അത് അവസ്ഥാ പരിണാമത്തിന് ഉപയോഗിച്ചു, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ ഉപയോഗിച്ചു. സി മുതൽ ഡി വരെയോ അതിന്റെ ടെമ്പറേച്ചർ കൂടാൻ, അതിന്റെ താപനില കൂടാൻ ഉപയോഗിച്ചു. കേട്ടോ, ഇങ്ങനെ ഈ ഗ്രാഫിക്ക് പകുതി വെച്ച് ചോദിക്കാം. കേട്ടോ, അത് 30 ഡിഗ്രി ഉള്ള ജലമാണ്. അത് ചൂടാക്കി 100 ഡിഗ്രി എത്തി. അപ്പൊ അതിന്റെ ഇവിടെ
എ മുതൽ ബി വരെയുള്ള താപം അതിന്റെ താപനില കൂട്ടാൻ, അതിന്റെ ടെമ്പറേച്ചർ കൂട്ടാൻ ഉപയോഗിച്ചു. പിന്നീടോ 100 ഡിഗ്രി എത്തിയാൽ പിന്നെ കൊടുക്കുന്ന താപം അതിന്റെ അവസ്ഥാ പരിണാമത്തിന്, അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അപ്പൊ 100 ഡിഗ്രി തന്നെയാണ്. പിന്നെ നീരാവിയാവും. കണ്ടോ, ഇങ്ങനെയുള്ള ഗ്രാഫുമുണ്ട്. ഈ ഗ്രാഫ് ശരിക്കും പഠിക്കുക. അപ്പൊ ഗ്രാഫിനെ കുറിച്ചുള്ള സംശയം തീർന്നുവെന്ന് വിചാരിക്കുന്നു. ഇനി പലരും ചോദിക്കുന്നുണ്ട്, അതിട് കുറെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടില്ല. കാരണം ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആ വീഡിയോ കാണാം, അതിന്റെ താഴെ സൈറ്റ് ഉണ്ടാവും. എന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, വിനോദ് ബി മണികുളത്ത് വെച്ചിട്ടുണ്ട്. ആ വിനോദ് ബി മണികുളത്ത് ഞെക്കുക, അപ്പൊ നേരെ സൈറ്റിൽ പോകും. സൈറ്റിന്റെ മുകളിലായിട്ട് വീഡിയോസ്, പ്ലേലിസ്റ്റ്, ചാനൽ, എബൌട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിന്റെ പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ കിടക്കുന്നുണ്ട്. 10, +1, +2 അങ്ങനെ കിടക്കുന്നുണ്ട്. അതിനകത്ത് 10 ഫിസിക്സിൽ ക്ലിക്ക് ചെയ്താൽ ഫിസിക്സിലെ എല്ലാ വീഡിയോ കാണാം. കെമിസ്ട്രി ചെക്ക് ചെയ്താൽ കെമിസ്ട്രി വീഡിയോ കാണാം. മാത്സ് ചെക്ക് ചെയ്താൽ മാത്സിലെ വീഡിയോ. അതാണ് പ്ലേലിസ്റ്റ് കൊണ്ടുള്ള ഉപയോഗം. അത് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. ആ പ്ലേലിസ്റ്റിൽ പോകുക, എപ്പോഴും പ്ലേലിസ്റ്റിൽ പോവുക. അപ്പൊ പ്രീവിയസ് വീഡിയോസ് നമ്മൾ കാണാത്തുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. ശരി.